സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് റസ്റ്റിൽ ഫങ്ഷൻസ് എന്താണെന്നാണ്. അപ്പോൾ എന്താണ് ഫങ്ഷൻസ്? ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് നമുക്ക് സ്പെസിഫിക് ആദ്യം ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് ഫങ്ഷൻസ് കൂടുതൽ ഉപയോഗിക്കുന്നത്, പിന്നെ കോഡ് നമ്മൾ ഓർഗനൈസ് ചെയ്യാനും. അപ്പോൾ ഞാൻ കോഡുകൾ കാണിച്ചത് എന്താണ്, അപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ബേസ് കോഡ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു ഫങ്ഷൻ ചെയ്താൽ, അപ്പോൾ ഇതൊരു മെയിൻ ഒരു ഫങ്ഷൻ തന്നെയാണ്. ഈ മെയിൻ കണ്ട ഇതൊരു ഫങ്ഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് വേറെ ഫങ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. fn display print ln this is display. ഓക്കെ ഇപ്പോൾ ഞാൻ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫങ്ഷൻ ഡിക്ലെയർ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് എഫ് എന്ന കീവേഡാണ്, അതിന് ഫങ്ഷൻ്റെ പേര്, പിന്നെ ഒരു പാരാൻറ്റിസ്, അതിന് കർലി ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ കോഡ് ചെയ്തത്. ഓക്കെ, ഇപ്പം ഇത് റൺ ചെയ്താൽ വർക്ക് ചെയ്യില്ല. കാണിച്ചു തരാം. കാരണം ഞാനിപ്പോൾ ഫങ്ഷൻ ഉണ്ടാക്കിയിട്ട് മാത്രമേ ഉള്ളൂ. ഫങ്ഷനെ കോൾ ചെയ്യണം. ഓക്കെ, ഫങ്ഷന് 3 പ്രോസസ്സ് ഉണ്ട്: ഫങ്ഷൻ ഡിക്ലറേഷൻ, ഫങ്ഷൻ ഇനിഷ്യലൈസേഷൻ, ഫങ്ഷൻ കോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഫങ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഡിക്ലെയർ ചെയ്തത്. ഫങ്ഷൻ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിലേക്ക് വാല്യൂ ആഡ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. ഫങ്ഷൻ ഡെഫിനിഷൻ എന്നും പറയാം. ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമ്മൾ കോഡ് അടിക്കുക. ഫങ്ഷൻ കോളിന് വെച്ചാൽ നമ്മൾ വിളിക്കണം. ഓക്കെ, നമ്മൾ ഈ മെയിൻ ഫങ്ഷൻ പുറത്തെ സാധനം, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വിളിക്കണം. മെയിൻ കോഡിൻ്റെ ഉള്ളിൽ നമ്മുടെ കോഡ് റൺ ചെയ്യുന്നത്. നമ്മൾ കോഡ് റൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് അത് നമ്മുടെ മെയിൻ ബ്ലോക്കിലെ കോഡിനെ എക്സിക്യൂട്ട് ചെയ്യാം. ഇത് കണ്ട് പക്ഷേ ഈ പ്രിന്റ് റൺ ചെയ്യില്ല. കാരണം എന്താ, മെയിൻ ഫങ്ഷനുള്ള സാധനം മാത്രമേ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുള്ളൂ. അപ്പോൾ മെയിൻ ഫങ്ഷൻ അപ്പോൾ ഇതിൽ വിളിച്ചാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, ഡിസ്പ്ലേ ബ്രാക്കറ്റ്. ഓക്കെ, കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫങ്ഷനെ കോൾ ചെയ്യുന്നത്, നമ്മുടെ ഫങ്ഷൻ്റെ പേര്. ഓക്കെ, പിന്നെ ബ്രാക്കറ്റും പിന്നെ സെമിക്കോളും. അപ്പം ഇങ്ങനെ ഞങ്ങൾക്ക് ഫങ്ഷൻ കോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തതെന്ന് എനിക്ക് പ്രിന്റ് റിപ്ലേഷൻ ചെയ്താൽ പോരെ, പ്രിന്റ് എപ്പോഴും കൊടുത്താൽ പോരെ, വലിയ വ്യത്യാസമില്ലല്ലോ. ഈ കേസിൽ വ്യത്യാസമില്ല, പക്ഷേ കോഡ് കോംപ്ലക്സ് എന്ത് ചെയ്യും, വലിയ കോംപ്ലക്സ് ആണ്. എക്സാമ്പിൾ ഞാൻ ഇത് നോക്കണ്ട, ഇത് എക്സാമ്പിളാണ്. പക്ഷേ വലിയ കോംപ്ലക്സ് കാൽക്കുലേഷൻസ് ആണെങ്കിൽ എന്തെങ്കിലും വലിയ പ്രോഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യും, ഇതിപ്പോൾ എക്സാമ്പിളാണ്. അപ്പോൾ എനിക്ക് ഇത് റൺ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്ത് മൾട്ടിപ്പിൾ റാഷൻ ഞാൻ എഴുതാൻ തരും. ഈ കേസിൽ എടുത്തോ, ഈ കേസിൽ ഞാൻ ഇതിങ്ങനെ കൊടുത്തു. എനിക്ക് ഈ സാധനം ഒരു ഈ സാധനം ഒരു എൻ്റെ മെയിൻ ഫങ്ഷൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ എന്ത് വെച്ചാൽ എൻ്റെ കോഡിൻ്റെ റീഡബിലിറ്റിയും പിന്നെ കാണാൻ ഭംഗിയുണ്ടാവില്ല. എൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ മെയിൻ ഫങ്ഷനിൽ ആവശ്യ സാധനം മാത്രം ഇടാൻ പാടുള്ളൂ, ആവശ്യ എല്ലാം കൂടി ഇടാൻ പാടില്ല. അഞ്ചിൻ്റെ ഫങ്ഷൻസ് ഉപയോഗിക്കുന്ന നമ്മൾ കോഡ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്ത് ചെയ്യും, വലിയ കോഡൊക്കെ ഞാൻ ഇല്ലിട്ടിട്ട് എന്ന് വെച്ചാൽ എനിക്ക് ഇത് എക്സാമ്പിൾ ഈ കോഡ് എന്ത് എൻ്റെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ് ആണ് എല്ലാം ഇല്ലിട്ടിട്ട് അത് എന്ത് ചെയ്യും, ഞാൻ ഇവിടെ കോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റും റൺ ചെയ്ത്. എക്സാമ്പിൾ 2 വർഷം കോൾ ചെയ്യാൻ പറ്റും, 3 വർഷം കോൾ ചെയ്ത് വെച്ചോ. അപ്പോൾ 3 വർഷം റൺ ചെയ്യും. കണ്ടാ, ഇതെൻ്റെ ഒരു ഭാഗം 3 പ്രാവശ്യം റൺ ചെയ്യുന്നുണ്ട് അങ്ങനെ കണ്ടു. ഓക്കെ, എക്സാമ്പിൾ ഈ സാധനം കണ്ട, എനിക്ക് ഇവിടെ എന്തായാലും കാണിച്ചാൽ എങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്ത് ചെയ്ത് കണ്ട, എൻ്റെ കോഡ് ഇങ്ങനെ ഉണ്ടായാനെ. ഞാനിപ്പോൾ ആ ഡിസ്പ്ലേ ഉപയോഗിച്ചില്ല എൻ്റെ മെയിൻ ഫങ്ഷൻ തിങ്ങിയിരിക്കാനെ. നേരത്തെ അത് ഇങ്ങനെയല്ല ഇരുന്നത്, ഇത് മെയിൻ ഫങ്ഷൻ വിളിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നാനെ. കണ്ട, ഇങ്ങനെ ഇരിക്കും. ഇത്ര വലുതാണ് നോക്കി, ജംഗിളിയാന്ന് നോക്കിയേ. അപ്പോൾ ഇതണ്ട കോഡ് മാനേജബിൾ അല്ല. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫങ്ഷൻ ഉപയോഗിച്ചത്. ശരി, കോഡിൻ്റെ റീയൂസബിൾ ആണ്. എനിക്ക് മൾട്ടിപ്പിൾ ടൈംസ് എൻ്റെ ഫങ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ മെയിൻ ഫങ്ഷനിൽ ആവശ്യമായിട്ട് കോഡ് എന്ന് അറിയാനുള്ള. നമ്മളിൽ 4 ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷനെ പറയുന്നത് എന്താണ്, ഫങ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ. എന്ത് ഫങ്ഷൻ വിത്തൗട്ട് പാരാമീറ്റേഴ്സ്. നിങ്ങൾക്ക് വിത്ത് പാരാമീറ്റേഴ്സ് ചെയ്ത് നോക്കാം. ഓക്കെ, fn add x i32 y i32 print ln x plus y. ഓക്കെ, ഇത് കോൾ ചെയ്യാം. ആഡ് 2,3. ഓക്കെ, അത് ചെയ്യാം. കൗണ്ട് 5 എന്ന് വന്നു. ഇവിടെ ഒരു മെസ്സേജ് നോക്കാം, സം ഇസ് ഈക്വൽ ടു 5 എന്ന് കണ്ട. അപ്പോൾ എന്താ പാരാമീറ്റർ ഉദ്ദേശിച്ചത്? പാരാമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഫങ്ഷൻ നമ്മൾ വാല്യൂ പാസ് ചെയ്യും. ആ വാല്യൂ നമ്മുടെ ഫങ്ഷനായിട്ട് വരും. അത് ആ വാല്യൂ ഉപയോഗിച്ച് ഒരു കാൽക്കുലേഷൻ എന്തായാലും പെർഫോം ചെയ്യേണ്ടത് അത് പെർഫോം ചെയ്യും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കാണാൻ പറ്റും. വാല്യൂസ് 2 വാല്യൂസ് കൊടുക്കണ്ടേ. നേരത്തെ എങ്ങനെയാണ് വാല്യൂസ് ഒന്നും കൊടുത്തില്ല, വെറുതെ ബ്രാക്കറ്റ് ആണ്. ഈ കേസിൽ ഞാൻ ബ്രാക്കറ്റിനുള്ളിൽ 2 വാല്യൂസ് കൊടുത്ത് ഈ വാല്യൂസ് നേരെ ഫങ്ഷനിൽ പോവും. ഇവിടെ പോവും, എക്സിൽ പോവും, വൈ പോവും. എന്ന് വെച്ചാൽ ഈ വാല്യൂസ് ഈ എക്സ് സ്റ്റോർ ആവും, ഈ 3 ഈ വൈ സ്റ്റോർ ആവും. അതെന്ത് ചെയ്ത് ഞാൻ ഇവിടെ എന്ത് ചെയ്ത് ആ വാല്യൂസ് എക്സും വൈയും കണ്ട, ഈ എക്സും വൈ ഉപയോഗിച്ച് സം ചെയ്ത് എക്സും വൈ പ്ലസ് ചെയ്തിട്ട് ആ വാല്യൂ ഞാൻ റിട്ടേൺ ചെയ്യിപ്പിച്ച്, എന്നുവെച്ചാൽ പ്രിന്റ് ചെയ്യിപ്പിച്ച്. അത് നടന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേരിയബിൾ ഇതൊരു വേരിയബിളായി നിങ്ങൾക്ക് എടുക്കാം. ഇതൊരു
ഫംഗ്ഷൻ വേരിയബിൾ എന്ന് പറയാം ഒരു വേരിയബിൾ ആണിത്. ഈ വേരിയബിൾ ഈ ഫംഗ്ഷൻ ഉണ്ടാവില്ലേ, ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് ഈ ഫംഗ്ഷൻ ഇവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡിസ്ട്രോയ് ചെയ്യും. എന്ന് വെച്ചാൽ എനിക്ക് മെയിൻ ഫംഗ്ഷനുള്ളിൽ ഈ വേരിയബിൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പുറത്തൊരു സ്ഥലത്ത് ഉപയോഗിക്കാൻ വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യില്ല. ഇവിടെ ആക്സസ് ചെയ്യാൻ നോക്കിയ ഒരു സ്ഥലത്ത് എനിക്ക് എൻ്റെ ഈ എക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ എക്സ് ഇവിടം വരെ ഉള്ളൂ, ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളൂ. എപ്പോഴും ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് കഴിഞ്ഞ് ഫംഗ്ഷൻ എക്സിക്യൂട്ട് കഴിഞ്ഞ് ഇവിടെ ആക്സസ് ഉള്ളൂ, ഇതിൻ്റെ പുറത്ത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് കഴിയും ഓട്ടോമാറ്റിക്കായിട്ട് ഈ വേരിയബിൾ ഡിസ്ട്രോയ് ചെയ്യും. ഓക്കെ, പിന്നെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ഹിസ്റ്ററി കൊടുക്കാം. ഓക്കെ, എക്സാമ്പിൾ ഞാൻ ഒരു കേസ് കാണിച്ചിട്ട് ഞാൻ ഒരു വേരിയബിൾ കിട്ടിയ ലെറ്റ് എ ഈക്വൽ ടു 23, ലെറ്റ് ബി ഈക്വൽ ടു 22. ഓക്കെ, അതെന്ത് ഞാൻ ഇവിടെ ഡാറ്റ് നമ്പർ പാസ് ചെയ്യേണ്ട വേരിയബിൾ പാസ് ചെയ്ത്. ഓക്കെ, കാണാൻ പറ്റും. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത്, ഈ വേരിയബിൾസിൻ്റെ വാല്യൂ എടുത്ത് അങ്ങോട്ട് പോകും. സെയിം പോലെ തന്നെ നേരത്തെ നമ്മൾ ഡാറ്റ് വാല്യൂ എടുത്ത് ഇവിടെ നമ്മൾ വേരിയബിൾസ് കൊടുത്ത് ആ വാല്യൂ തന്നെ അങ്ങോട്ട് പോകുന്ന അത് വാല്യൂ വെച്ച് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പം ഞാൻ തരാം, കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ പറയാനുണ്ട്. നിങ്ങൾ ഇതിൻ്റെ പേരെന്താ എയും ബി എന്നാണ്, ഇതിൻ്റെ പേരെന്താ എക്സും വൈ എന്നാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പേര് കൊടുത്ത് എന്താണെന്ന് ചോദിക്കും. അപ്പോൾ അത് പ്രശ്നം. കാരണം എന്താ, ഈ വേരിയബിളും രണ്ടും ഡിഫറെൻറ്റാണ്. വേണമെങ്കിൽ ഒന്നേലും കൊടുക്കാം, വേണമെങ്കിൽ ഇതിന് എക്സും വൈ എന്ന് കൊടുക്കാം, പ്രശ്നമില്ല. വേണമെങ്കിൽ എക്സ് കൊടുക്കാം, എക്സ് വൈ എന്ന് കൊടുക്കാം, പ്രശ്നമില്ല. കാരണം എന്താ, ഈ വേരിയബിൾ രണ്ട് ഡിഫറൻസ് ആയിട്ട് എടുക്കും. കാരണം ഇത് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ വേരിയബിളാണ്, ഇത് ഗ്ലോബൽ വേരിയബിൾ അല്ല, ഇത് ലോക്കൽ വേരിയബിൾസ്. എന്ന് വെച്ചാൽ ഈ വേരിയബിൾസ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഈ വേരിയബിൾസ് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ രണ്ട് വേരിയബിൾസും ഡിഫറെൻ്റ് ആണ്. പേര് സെയിം ആണെങ്കിലും രണ്ടും ഡിഫറെൻറ്റ് വേരിയബിൾസ് ആണ്. ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനാണ് സ്റ്റോർ ചെയ്യുന്നത്. എനിക്കിവിടെ ഇസ്റ്റ് വേരിയബിൾ എടുക്കാം, ഇവിടെ എ ബി എന്ന് കൊടുക്കാം, ഇവിടെ ഇസ്റ്റ് വേരിയബിൾ കൊടുക്കാം. നമ്മുടെ ഒരിക്കലും ഈ വേരിയബിൾ നെയിമും സെയിം ആവുന്ന റൂൾസ് ഒരു സ്ഥലത്തും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടം ഉപയോഗിക്കാൻ ഇവിടെ എ ബി എന്ന് കൊടുത്ത് ഇവിടെ എ ബി എന്ന് കൊടുക്കാം, എക്സ് വൈ കൊടുക്കാം, എക്സ് വൈ കൊടുക്കാം, ഒരു പ്രശ്നമില്ല, വർക്ക് ചെയ്യും. ഒരു വ്യത്യാസം വർക്ക് ചെയ്യും. നമുക്ക് ഇവിടെ എ ബി എന്ന് കൊടുത്താലും പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ്. നെക്സ്റ്റ് ആണ് ഫംഗ്ഷൻ വിത്തൗട്ട് പാരാമീറ്റർ വിത്ത് റിട്ടേൺ വാല്യൂ. ഓക്കെ, അത് ചെയ്ത് നോക്കാം. നമുക്ക് ഇത് കളയാം. fn add i32 return 3+3. ഓക്കെ, കാണാൻ പറ്റും. വേറെ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇത് കോൾ നോക്കാം. ഇത് കോൾ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ വേരിയബിൾ സ്റ്റോർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇന്ന് വീഡിയോ കൊടുക്കാം, അത് ആഡ് സ്റ്റോർ ചെയ്യാം, അത് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്ന സാധനത്തിനാ. ഓക്കെ, കാരണം 6 ആണ്. അപ്പോൾ എന്താ റിട്ടേൺ എന്ന് വെച്ചൊന്നുമില്ല, ഒരു വാല്യൂ റിട്ടേൺ ചെയ്താൽ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എപ്പോഴും ഇതിന് യൂസ് എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ നോർമൽ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താ പ്രശ്നമാണ്, ഈ കേസ് കണ്ട ഞാൻ പ്രിൻറ്റ് ചെയ്ത് ഈ പ്രിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ വാല്യൂ ഇതിൽ റിട്ടേൺ ചെയ്യും, അത്രേ ഉള്ളൂ. കാരണം വാല്യൂ എന്താ, വാല്യൂ പ്രിൻറ്റ് വരും പക്ഷേ സ്റ്റോർ ആവണല്ല സ്ഥലത്ത്. എന്ന് വെച്ചാൽ ഈ വാല്യൂ ഒരു ഇൻസ്റ്റൻസ് മാത്രമാണ്, ഈ വേരിയബിൾ ടെമ്പററി ആണ്. എന്ന് വെച്ചാൽ ഇതിന് പറഞ്ഞാൽ എന്താ, ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ആഡ് ചെയ്യും and പ്രിൻറ്റ് കാണിക്കും. എന്ന് വെച്ചാൽ ഡിസ്പ്ലേ കാണിക്കും, അല്ലാണ്ട് ഈ വാല്യൂ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാനല്ല, ജസ്റ്റ് എന്ത് ചെയ്യുന്നത് പ്രിൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചില കേസിലേക്ക് ഉണ്ടാവും എനിക്ക് ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ ഉണ്ട്, കഴിഞ്ഞിട്ട് ആ വാല്യൂ റിട്ടേൺ ചെയ്യില്ല, അത് കിട്ടിയ വാല്യൂ വെച്ച് വേറെ കാൽക്കുലേഷൻ ചെയ്യണം. ഒരു കാൽക്കുലേഷൻ കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ റിട്ടേൺ ചെയ്ത് അത് ആ വാല്യൂ വെച്ച് എനിക്ക് വേറൊരു കാൽക്കുലേഷൻ ചെയ്യണം. ആ കേസിൽ എന്ത് ചെയ്യും, പറ്റില്ലല്ലോ. ഈ കേസിൽ എൻ്റെ പ്രിൻ്റ് ഓൺ ചെയ്യില്ല, എനിക്ക് പിന്നെ ഈ വാല്യൂ ഉപയോഗിക്കാൻ പറ്റില്ല. ഈ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ പണി കഴിഞ്ഞ് വേരിയബിൾ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, ആ കേസിൽ നമ്മൾ റിട്ടേൺ ഉപയോഗിക്കും. റിട്ടേൺ എന്ന് വെച്ചാൽ ഇത് പ്രിൻറ്റ് ചെയ്യില്ല, പ്രിൻറ്റ് ചെയ്യില്ല സാധനം. നമ്മളിത് വെറുതെ ആഡിന് കൊടുത്താൽ ഇതൊന്നും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കില്ല. പക്ഷേ വെറുതെ ആഡ് കൊടുക്കുകയാണെന്ന് വെച്ചോ, കളഞ്ഞ് വെറുതെ ആഡ് കളിച്ചാൽ പിന്നെ വെച്ചാൽ കണ്ട ഇതൊന്നും പ്രിൻറ്റ് ചെയ്യില്ല. കാരണം എന്താ, ഇത് റിട്ടേൺ എന്ന് വെച്ചാൽ വാല്യൂ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടില്ല, കാരണം എന്താ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും, നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത് ഈ വാല്യൂ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കാൽക്കുലേഷൻ നടത്തി റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ആർക്ക്, ഈ ആഡിന് തന്നെ. ഈ ആഡിന് കൊടുത്തിട്ടുണ്ട്, ഈ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ആഡിന് വാല്യൂ കൊടുത്ത്, പക്ഷേ വെറുതെ കൊടുത്തതിന് തരും സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണ്ടേ. അപ്പോൾ അതിൻ്റെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ എന്ത് ചെയ്യും, അടുത്ത പ്രാവശ്യം കാൽക്കുലേഷൻ നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ വാല്യൂസ് എ സ്റ്റോർ ആവും. ഇപ്പോൾ എ കിട്ടിയില്ലേ, കാൽക്കുലേഷൻ പെർഫോം ചെയ്യും. കാൽക്കുലേഷൻ ചെറിയൊരു കണ്ടീഷൻ വെക്കാം. ഇഫ് എ ഇസ് ഈക്വൽ ടു 6 പ്രിന്റ് ln this is 6. ഓക്കെ, ഇങ്ങോട്ട് പ്രിന്റ് കാണിച്ചുതരാം. കണ്ട ഈ കാൽക്കുലേഷൻ പെർഫോം ചെയ്യാം. പക്ഷെ ഇത് പ്രിന്റ് വെച്ച് വേണമെങ്കിൽ പറ്റില്ല എന്ന്. കാരണം എന്താ, പ്രിന്റ് ഞാൻ പറഞ്ഞില്ലേ അത് സ്റ്റോർ ആവണല്ല, സ്റ്റോർ ചെയ്താൽ നമുക്ക് വാല്യൂ വെച്ച് പെർഫോം ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻസ് ഒക്കെ. അപ്പോൾ ചില കേസിലുണ്ടാവും നിങ്ങൾക്ക് ഫംഗ്ഷൻ റിട്ടേൺ ചെയ്ത വാല്യൂ വെച്ചിട്ട് എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യണം നിങ്ങൾ മെയിൻ ഫംഗ്ഷനിൽ എവിടെയെങ്കിലും, അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനിൽ നിങ്ങൾക്ക് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യണം.
അങ്ങനത്തെ കേസിലേക്ക് നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫംഗ്ഷൻ വിത്ത് പാരാമീറ്റേഴ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. ഓക്കെ, ഇപ്പോൾ എഫ് എൻ ആഡ് തന്നെ കൊടുക്കാം. നമുക്ക് അതൊരു പാരാമീറ്റർ കൊടുക്കാം എക്സ് i32 റിട്ടേൺ എക്സ് പ്ലസ് വൈ. എനിക്ക് ഈ ആരോ i32 കൊടുക്കുന്നത് ഇതും തൊട്ട് റിട്ടേൺ വാല്യൂ എന്ന് വെച്ചാൽ എന്താ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൈസ് എത്ര i32, ഇതിന്റെ സൈസ് എത്ര i32, പക്ഷെ റിട്ടേൺ ചെയ്യുമ്പോൾ എന്റെ സൈസ് എത്ര ആയിരിക്കും രണ്ടര i32 ആണെങ്കിൽ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ i32 ആയിരിക്കണം. നമ്മൾ റിട്ടേൺ ചെയ്യുന്ന വാല്യൂടെ ഡാറ്റ ടൈപ്പ് ആണ്. ഓക്കെ, ഇത് കൊടുക്കണം. നിങ്ങൾ കുറച്ച് എറർ വരും, റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് വേറെ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾ i64 കൊടുത്താലും എറർ വരും. എറർ വരുമല്ല പറ്റില്ല, കാരണം എന്താ രണ്ടര i32 രണ്ടര ആഡ് ചെയ്യുമ്പോഴും i32 വരാൻ പാടുള്ളൂ. ഓക്കെ, അതുപോലെ ഇവിടെ രണ്ട് സ്ഥലത്ത് ഡിഫറെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇവിടെ i32 ആണെങ്കിൽ ഇവിടെ i32 ആയിരിക്കണം. ഓക്കെ, ഹിൻഡി നോക്കാം. ഇതിൽ തന്നെ പാരാമീറ്റേഴ്സ് കൊടുക്കണം നമ്മൾ. ഓക്കെ, നമ്മൾ കൊടുക്കുകയാണ്. തുമ്മ വേരിയബിൾ പാസ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഡാറ്റ പാസ് ചെയ്യാം. ഡാറ്റ പാസ് ചെയ്യാൻ ഞാൻ പ്രിൻറ്റ് ചെയ്യാം. കടഫൈസ് റിട്ടേൺ ചെയ്തത്. അപ്പോൾ സെയിം പോലെ തന്നെയാണ് നമ്മൾ റിട്ടേൺ പോലെ തന്നെയാണ് റിട്ടേൺ ചെയ്യേണ്ട വേരിയബിൾ സ്റ്റോർ ചെയ്യണം. അതിൽ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ നമുക്ക് പെർഫോം ചെയ്യാം. പിന്നെ പാരാമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. നേരത്തെ പോലെ തന്നെയാണ്. നേരത്തെ പാരാമീറ്റേഴ്സ് ഉണ്ടായില്ല, ഇതിൽ പാരാമീറ്റേഴ്സ് ഉണ്ട്, അത്രേ ഉള്ളൂ. പാരാമീറ്റേഴ്സ് എന്ന് വെച്ചാൽ ഇവിടുന്ന് പാസ് ചെയ്യും വാല്യൂസ്. ആ വാല്യൂ ഫംഗ്ഷനെ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. ചില കേസിലേക്ക് ഉണ്ടാവും നിങ്ങൾ റിട്ടേൺ ഉപയോഗിച്ച്, എന്ന് വെച്ചാൽ നിങ്ങൾ ഫംഗ്ഷനിൽ നിങ്ങൾ റിട്ടേൺ ഉപയോഗിച്ച്, പക്ഷേ നിങ്ങൾക്ക് അതിലൂടെ ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട അങ്ങനത്തെ കേസിലേക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിലിങ്ങനെ ഇങ്ങനെ പ്രിന്റ് ചെയ്യാം. നിങ്ങൾക്ക് ബെറ്റർ വേ വെച്ച് ക്ലീൻ ആൻഡ് സ്മൂത്ത് നല്ല വേ ആണ്. പക്ഷെ ഇച്ചിരി എളുപ്പം വേണ്ടി ചെയ്യാം. ഇങ്ങനെ കൊടുക്കുന്നതിൽ എന്ത് ചെയ്യും, ഡയറക്റ്റ് ഈ ഫംഗ്ഷനുള്ളിൽ കൊടുക്കാം. ഡയറക്റ്റ് ഫംഗ്ഷൻ ചെയ്യണം, കോപ്പി ആയിട്ട് കട്ട് ചെയ്യാം. എന്തെങ്കിലും ഇവരെ പേസ്റ്റ് മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്താലും അത് വർക്ക് ചെയ്യും. ഓക്കെ, എ ഇല്ലാതെന്താണ് എ കളയാം. കണ്ട, ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ കേസ് സ്റ്റോർ ആവണില്ല. നമുക്ക് ഇത് എന്തെങ്കിലും ഈ വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യും. ആ റിട്ടേൺ ചെയ്ത വാല്യൂ ഇത് പ്രിന്റ് ചെയ്യും. അങ്ങനെ സ്റ്റോർ ചെയ്യല്ല, കിട്ടാൻ വാല്യൂ അപ്പം പ്രിന്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊക്കെയാണ് ഫംഗ്ഷൻ 4 ടൈപ്സ്. പിന്നെ എനിക്ക് റസ്റ്റിലൊരു രീതിയിൽ എനിക്ക് ഈ സാധനം ഈ റിട്ടേണിൻ്റെ ആവശ്യമില്ല. ഇത് കളഞ്ഞിട്ടും ഈ സെമിക്കോളിന് ആവശ്യമില്ല. രണ്ടും കളഞ്ഞിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിച്ചാലും സെയിം തന്നെയാണ്. ഇതാണ് നമ്മൾ റസ്റ്റോണിക് സിൻടാക്സ്. റസ്റ്റിൻ്റെ രീതി ഇങ്ങനെയാണ്. റസ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾ പൈത്തൺ സിൻടാക്സ് ആണ്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനും അതിൻ്റെതായ രീതികളുണ്ട്. അപ്പോൾ റസ്റ്റിൻ്റെ രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സെമിക്കോൾ റിട്ടേണിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ഉപയോഗിക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്ത് റിട്ടേൺ ഉപയോഗിച്ചോ എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ കോഡ് കാണുമ്പോൾ നമ്മുടെ കോഡ് ക്ലീൻ ആയിരിക്കണം. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ വെറുതെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് ചില കൺഫ്യൂഷൻ വരും. അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെ ചെയ്യാം. പിന്നെ കോഡ് ക്ലീൻ ആയിരിക്കും. അപ്പോൾ അത് ബെറ്റർ വേ റിട്ടേണും സെമിക്കോളും കൊടുക്കുന്നതാണ്. കുറച്ചിലും പ്രശ്നമില്ല. റെസ്റ്റോണിക് സിൻടാക്സ് ആണ്, പ്രശ്നമില്ല. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്ത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഫംഗ്ഷനെ കുറിച്ച് ഇത്രയും പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.